ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഭഗവത് പാദങ്ങളിലും അമ്മയുടെ പാതാരവിന്ദങ്ങളിലും അനന്തകോടി പ്രണാമം. ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്ര ഏതാണ്ട് അവസാനിക്കുവാൻ പോവുകയാണ്. കാരണം ഇന്ന് ഒരു വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്, തിരുവോണമാണ്. ഈ ഗ്രൂപ്പിലെ എല്ലാ പഠിതാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഇനി വെറും ഒരു നാളും കൂടി കഴിഞ്ഞാൽ മഹാഗുരുവിൻ്റെ തിരുജയന്തി ഇങ്ങ് വന്നിരിക്കുകയാണ്. നമുക്കറിയാലോ, ഭഗവാന്റെ ശിഷ്യരെന്ന നിലയിൽ നാം ഒരുപാട് സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു ജന്മദിനമാണ്. മഹാഗുരുവിൻ്റെ തിരുനാളെന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർക്ക് ഉത്സവ ദിനമാണ്. അപ്പോൾ ആ ഉത്സവ ദിനത്തിനോട് നാം എത്തിച്ചേർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം ഭഗവാന്റെ തിരുജയന്തി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർ ആഘോഷിക്കുകയാണ്. ഘോഷയാത്രയിലൂടെ, പ്രാർത്ഥനയിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, അങ്ങനെ പല വിധത്തിലൂടെ ഈ തിരുജയന്തിയെ നമുക്ക് വരവേൽക്കാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു ഇതിനോടകം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട 3 സന്ദർശനം, ഗുരുവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഗുരുവിനെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ചില മഹാത്മാക്കളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ആള് ഏറെ ബഹുമാന്യനായിട്ടുള്ള ടാഗോറാണ്. രണ്ടാമത്തേത് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടന്നു, ഒരു സംഗമം നടന്നു, അതിനെപ്പറ്റിയും. മൂന്നാമതായി മഹാത്മാഗാന്ധിയുടെ സന്ദർശനവുമൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ മഹനീയമായ ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി നമുക്ക് ടാഗോറിൻ്റെ സന്ദർശനം ഒന്ന് നോക്കാം. നമുക്കറിയാമല്ലോ, മഹാകവി രവീന്ദ്രനാഥ ടാഗോർ 1922 ഒരിക്കൽ ശാന്തിനികേതനത്തിൻ്റെ ഒരു ധനശേഖരണത്തിന് തിരുവിതാംകൂർ സന്ദർശിക്കാൻ എത്തിയ വിവരം നമുക്ക് ചരിത്രത്തിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഭഗവാനെ നേരിട്ട് സന്ദർശിക്കാൻ അനുവാദത്തിന് അപേക്ഷിക്കുകയാണ്. കാരണം ലോകമെമ്പാടും മഹനീയമായിട്ടുള്ളൊരു ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരു എന്ന് വലിയൊരു പ്രചരണം നടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ ആളുകളിൽ നിന്നും ആളുകളിലേക്ക് ഇതിങ്ങനെ വൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്, അതും ഒരു ഗുരുദേവൻ തന്നെയാണ്, ഗുരുദേവാണ് ജനങ്ങളുടെ, അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുദേവ സമുദ്രപാദങ്ങളെ കാണുവാൻ ഒരു ആഗ്രഹമുണ്ടായി. അതിനൊരു അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ 1922 നവംബർ 22 രാവിലെ 9 മണിക്ക് സന്ദർശനത്തിന് സമയം അനുവദിക്കുകയും അത് അനുസരിച്ച് ടാഗോർ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സന്ദർശന സമയമായപ്പോഴേക്കും ശിവഗിരിയിൽ ഒരു വലിയ ജനക്കൂട്ടമാണ് തിങ്ങി വിളങ്ങിയിരിക്കുന്നത്. കാരണം ഗുരുദേവനുമുണ്ട്, ഗുരുദേവുമുണ്ട്. രണ്ടുപേരും അന്നത്തെ കാലത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ച 2 മഹാത്മാക്കളാണ്. അതിലൊന്ന് നാരായണ ഗുരു സമുദ്രപാദങ്ങളും മറ്റൊന്ന് ടാഗോറുമാണ്. അതിഥികളെയൊക്കെ എതിരേൽക്കുവാനായി അലങ്കരിച്ച പല്ലക്ക്, അതുപോലെ തന്നെ അമ്പാരി മുതലായ ഒരുപാട് ഒരുക്കങ്ങൾ നമുക്കന്ന് അവിടെ കാണാൻ സാധിക്കുന്നു. കസവ് കരയുള്ള സാറ്റിൻ തുണിയാണ് അന്ന് ടാഗോർ വേഷമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെ ടാഗോറിനെ അനുഗമിച്ചിരിക്കുന്നത് CF ആൻഡ്രൂസ് ആണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് കോട്ടും സ്യൂട്ടുമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ടാഗോർ പല്ലക്കിലും ആൻഡ്രൂസ് നടന്നുമാണ് വരുന്നത്. അങ്ങനെ ബൂട്ട്സ് ഒക്കെ അഴിച്ച് ആൻഡ്രൂസ് ശാരദാമഠത്തിന് വടക്കുവശത്തുള്ള ആ അശോകമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ടാഗോറും ഒന്നിച്ച് നടന്ന് ഗുരുദേവൻ ഇരുന്ന മുറിയുടെ വാതിൽ നേരെ ചെല്ലുകയാണ്. അപ്പോൾ മഹാഗുരു വളരെ നേരമായി വാതിലടച്ച് മുറിക്കുള്ളിൽ ധ്യാനനിരതനായി കഴിയുകയായിരുന്നു. ആരും തന്നെ ഗുരുവിനെ ശല്യപ്പെടുത്തുന്നില്ല. അങ്ങനെ ടാഗോർ വരാന്തയിലേക്ക് കാലെടുത്ത് വെച്ചതും ഗുരു വാതിൽ തുറന്ന് പുറത്തു വന്നതും ഒരേ സമയത്തായിരുന്നു. കുമാരനാശാൻ വാതിലിനരികെ കൊണ്ടിട്ട 3 മെത്തത്തടുക്കുകളിൽ, അല്ലെങ്കിൽ ഇരിക്കാൻ പാകമുള്ള 3 മെത്തകളിൽ മഹാഗുരുവും ടാഗോറും ആൻഡ്രൂസും ഒക്കെ ഇരുന്നു.
അപ്പോൾ അതിഥികളൊക്കെ ഇവർക്ക് ഒക്കെ നമസ്കാരം പറഞ്ഞുകൊണ്ട് എല്ലാവരും കാണുവാനുള്ള ആകാംക്ഷയോട് കൂടി ചുറ്റും തടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ മഹാഗുരുവിനെ കണ്ട മാത്രയിൽ തൻ്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടായി എന്നൊരു മുഖവരയോട് കൂടിയാണ് ടാഗോർ സംസാരിക്കുവാൻ ആരംഭിച്ചത്. കുറേ നേരം അവർ ഹൃദ്യമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ സമയത്തൊക്കെ അസാധാരണമായ ഒരു തേജസ് മഹാഗുരുവിന്റെ മുഖത്ത് ജ്വലിച്ചു നിന്നിരുന്നതായി അന്നത്തെ അന്തേവാസികൾ പറഞ്ഞ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിഥികളെ സൽക്കരിക്കുവാൻ ഡോക്ടർ പൽപ്പു തിരുവനന്തപുരത്ത് നിന്ന് വിദഗ്ധരായ ബ്രാഹ്മണ പാചകരെയൊക്കെ വരുത്തി വളരെ സ്വാദിഷ്ടമായ ഗംഭീരമായ വിഭവങ്ങളൊക്കെ ഒരുക്കി ഗുരുദേവൻ അതിഥികൾക്ക് വേണ്ടി ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് അതിരുചികരമായ ഭാഗം കഷ്ണങ്ങളായി മുറിച്ച് തളികകളിലാക്കി പ്രത്യേകം കരുതിയിരുന്നു. അപ്പം നമുക്കറിയാം കരിക്കായിരിക്കുമല്ലോ അങ്ങനെ മുറിച്ച് പാകപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. തികച്ചും കേരളീയമായ ആ വിഭവം രുചിച്ചു നോക്കി അതിഥികൾ തെങ്ങിൽ നിന്ന് അത് എടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഗുരുവിനോട് ചോദിച്ച് അന്നത്തെ കാലത്ത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഗുരുവിനെ നേരിൽ കാണാൻ ഇടയായതിൽ ടാഗോർ അത്യധികം സന്തോഷവാനായി. അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലും മുഖഭാവത്തിലും ഒക്കെ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഗുരുദേവനെ നമസ്കരിച്ചുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ടാഗോർ എന്ത് ചെയ്തു? ഗുരുവിന്റെ കൈകൾ രണ്ടും പിടിച്ചുയർത്തി. ടാഗോറിന് എന്ത് ചെയ്തിട്ടും മതിയാകുന്നില്ല. അവസാനമായി മഹാഗുരുവിന്റെ കൈകൾ പിടിച്ചുയർത്തി കൈപ്പത്തിക്കുള്ളിൽ കുനിഞ്ഞ് അതിലൊരു ചുംബനം നൽകിയതിന് ശേഷമാണ് ടാഗോർ മടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഗുരുദേവൻ ടാഗോറിനെ അനുഗ്രഹിക്കുന്ന മട്ടിൽ മുഖത്ത് നോക്കി മന്ദസ്മിതം പൂണ്ട് നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിനെ അത്രയേറെ ഇഷ്ടപ്പെട്ട ടാഗോർ ഗുരുവിനെ കാണുവാനും ഗുരുവിന്റെ അനുഗ്രഹം നേടുവാനും വേണ്ടി മാത്രമാണ് അദ്ദേഹം ശിവഗിരി മഠത്തിലേക്ക് എത്തുന്നത്. അതും ഗുരുവിനോട് അപേക്ഷ കൊടുത്തതിന് ശേഷമാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാലോ, അതിഥികളെ കാണുമ്പോഴും അവരെ യാത്ര അയക്കുമ്പോഴും ഒക്കെ ഗുരുദേവൻ കൈകൾ കൂപ്പുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെ ഒരിക്കൽ ധർമാനന്ദജി പല സന്ദർഭങ്ങളിലും ഗുരുവിന്റെ കൈകൾ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ ഗുരുവിന്റെ കൈകൾ ചലിച്ചതേ ഇല്ല ധർമാനന്ദജി എന്ന് തർപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവിനോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം അല്പദൂരം ചെന്നപ്പോൾ ആൻഡ്രൂസ് ടാഗോറിനോട് ഗുരുവിനെ പറ്റി ആളെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. ഇത്ര ആത്മപ്രഭാവമുള്ള പുരുഷനെ ലോകത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല, ടാഗോർ മറുപടി പറഞ്ഞു. ഗുരുദേവന്റെ ആ അനന്തതയിലേക്ക് നീളുന്ന യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖതേജസ്സും തന്നെ വളരെയധികം ആകർഷിച്ചതായി ടാഗോർ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാത്മാക്കളൊക്കെ തന്നെയും ശിവഗിരിയിൽ എത്തുകയും ഗുരുവിന്റെ അനുഗ്രഹവും വാങ്ങുകയും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തതായി രമണ മഹർഷിയുടെ ആശ്രമത്തിലെ കാര്യമൊന്ന് നോക്കാം. 1916 ഫെബ്രുവരി മാസത്തിലാണ് ഗുരു രമണ മഹർഷിയുടെ ആശ്രമത്തിൽ സന്ദർശനം നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ആശ്രമം തിരുവണ്ണാമലയിലാണ്. തിരുവണ്ണാമല തമിഴ്നാട്ടിലെ ഒരു വെല്ലൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ജില്ലയാണ്. അപ്പോൾ അവിടെയാണ് ആശ്രമം. അപ്പോൾ ഈ പട്ടണത്തിൽ വളരെയധികം യാത്ര ചെയ്തു വരാനായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ്. രമണ മഹർഷിയെ അദ്ദേഹത്തിന്റെ ശിഷ്യർ ഭഗവാൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത്, അന്നത്തെ കാലം നമുക്കറിയാം, ജാതി ചിന്തകളൊക്കെ ദക്ഷിണേന്ത്യയിൽ എങ്ങും ആ മൂർധാവസ്ഥയിൽ നിലനിന്നിരുന്ന കാലത്ത് രമണ മഹർഷി യാതൊരു വിവേചനം കൂടാതെ ശിഷ്യരെ പരിപാലിച്ചിരുന്നു, അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്നു. ബ്രാഹ്മണരും അബ്രാഹ്മണരും ഏത് നാനാജാതി മതസ്ഥരുമുള്ള ആളുകളും അദ്ദേഹത്തിന് ശിഷ്യന്മാരായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരു കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് രമണ മഹർഷിയുടെ ശിഷ്യന്മാര് പറയുകയും, അങ്ങനെ രമണ മഹർഷിയുടെ ഒരു ശിഷ്യനായ പളനിസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഗുരുവിനെ കാഞ്ചീപുരത്ത് ചെന്ന് കണ്ട് രമണാശ്രമം സന്ദർശിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിഷ്യരുടെ നിർബന്ധം കൂടിയായപ്പോൾ ഗുരുദേവൻ ആ അപേക്ഷ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനുയായികളുടെ ഒരു 5 അംഗ സംഘവുമായി ഗുരുദേവൻ ട്രെയിനിലൂടെ സഞ്ചരിച്ച് തിരുവണ്ണാമലയിലെത്തി. അപ്പോൾ ഗുരുവും സംഘവും കുതിരവണ്ടിയിൽ കയറി ഒരു ദിവസം രാവിലെ 10:30 മണിക്ക് രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ സ്കന്ധാശ്രമത്തിൽ വെച്ചാണ് ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. നമുക്കറിയാം, ഗുരു സ്കന്ധാശ്രമത്തിൽ എത്തിയപ്പോൾ ഭഗവാൻ ധ്യാനത്തിലിരിക്കുകയാണ്. ഇവിടെ ഭഗവാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് രമണ മഹർഷിയാണ്. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന
ഗോവിന്ദാനന്ദ സ്വാമികളും വിദ്യാനന്ദ സ്വാമികളും അതുപോലെ തന്നെ അച്യുതാനന്ദ സ്വാമികളും ഒക്കെ ആശ്രമ വരാന്തയിൽ കയറി രമണ മഹർഷിയെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു ഭഗവാന്റെ അടുത്തേക്ക് തിരികെ വരികയാണ്. അങ്ങനെ പക്ഷേ ഗുരുദേവനാകട്ടെ ആശ്രമത്തിന്റെ അഴികൾക്കിടയിലൂടെ അദ്ദേഹത്തിനെ നോക്കുക മാത്രമാണ് ചെയ്തത്. അവർ ഇരുവരും പരസ്പരം അഭിവാദ്യം ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്പം കഴിഞ്ഞ് ഗുരുദേവൻ വരാന്തയിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള മാഞ്ചുവട്ടിൽ ഇരുന്ന് ആശ്രമ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ ധ്യാനത്തിലേക്ക് ഇരുന്നു. അങ്ങനെ ഉച്ചഭക്ഷണ സമയത്ത് രമണ മഹർഷി മുറിയിൽ നിന്ന് പുറത്തു വന്ന് ഗുരുദേവനെ ഭക്ഷണത്തിന് പങ്കുകൊള്ളുവാനായിട്ട് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. മലയാളം രമണ മഹർഷിക്ക് നല്ലതുപോലെ അറിയാം. തീർച്ചയായിട്ടും എന്ന് ഗുരു പറയുന്നുണ്ട്. അങ്ങനെ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയില്ലെന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ ചോറും മോരും പപ്പടവും പായസവും കഴിച്ചാൽ മതിയെന്ന് രമണ മഹർഷി ഉപദേശിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ വീണ്ടും ഭക്ഷണത്തിന് ശേഷം പതിവ് പോലെ രമണ മഹർഷി കുറച്ചു നേരം മലയിലൊക്കെ നടക്കുവാൻ പോയി. അങ്ങനെ കുറെ കഴിഞ്ഞ് മടങ്ങി വന്നു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഗുരുവും രമണ മഹർഷിയും കൂടി കുറച്ചു സമയം മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭാഷണ വിഷയങ്ങളോ അല്ലെങ്കിൽ അനുഗ്രഹ പ്രഭാഷണങ്ങളോ സംശയ നിവാരണങ്ങളോ ഒന്നും തന്നെ അവർ തമ്മിൽ നടന്നിരുന്നില്ല. അതിനൊക്കെ ശേഷം മഹാഗുരു ശിവഗിരിയിൽ തിരിച്ചെത്തിയ ശേഷം ഒരു കൃതി എഴുതി, നിർവൃതി പഞ്ചകം. നമുക്കറിയാലോ, ആ നിർവൃതി പഞ്ചകം എന്ന പേരിൽ 5 ശ്ലോകങ്ങളുള്ള ഒരു കൃതി ഭഗവാൻ എഴുതിയത് രമണ മഹർഷിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ രമണാശ്രമത്തിൽ വെച്ച് തന്നെ ഗുരു രചിച്ച നിമിഷ കവിതയായിരുന്നു അതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും രമണ മഹർഷിയുടെ സന്ദർശനത്തിന് ശേഷം ഭഗവാൻ എഴുതിയ കൃതിയാണ് നിർവൃതി പഞ്ചകം. അടുത്തത് മഹാത്മാഗാന്ധിയുമായിട്ടുള്ള സന്ദർശനമാണ്. ഒരിക്കൽ ഹരിജൻ സഹായ നിധിയിലേക്ക് ധനം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി 1925 കേരളത്തിൽ വരികയുണ്ടായി. അപ്പോൾ ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ സന്ദർശിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ഗുരുവിനെ സ്വീകരിക്കുവാൻ ശിവഗിരിയിൽ വളരെ വിപുലമായ സ്വീകരണങ്ങളൊക്കെ ഒരുക്കി. ഗുരുദേവ ഭക്തനായ ഗോവിന്ദദാസിന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഈ ഭവനം ശിവഗിരി മഠത്തിനടുത്ത് തന്നെയാണ്. അങ്ങനെ 1925 മാർച്ച് 12 ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 3:30 മഹാത്മാഗാന്ധി രാജഗോപാലാചാര്യയും സെക്രട്ടറി മഹാദേവ ദേശായിയും ഒക്കെ ആയിട്ട് വരികയാണ്. അവരെ സ്വീകരിച്ചു. അങ്ങനെ അവർ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പോൾ അധകൃത വർഗക്കാരുടെ ഉന്നമനത്തിനെ കുറിച്ചാണ് ഗാന്ധിജിയും ഗുരുദേവനും മുഖ്യമായും സംസാരിച്ചത്. ഐത്തോചാടനത്തിനും അതുപോലെ തന്നെ അതിനു പുറമെ അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാവാനുള്ള മാർഗങ്ങളാണ് ആവിഷ്കരിക്കേണ്ടതെന്നാണ് മഹാഗുരു ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം നടത്തുന്നതിന് ഗുരുദേവൻ അനുകൂലിച്ചിരുന്നു എന്ന് മഹാത്മജിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ബലപ്രയോഗം ഒന്നിനും ശാശ്വതമായ പരിഹാരം കൈവരുത്തുകയില്ലെന്ന് ഗുരു വ്യക്തമായി മറുപടി നൽകുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭാഷണങ്ങൾക്കിടവില് ഗാന്ധിജി ഒരു ചെറിയ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്. ശിവഗിരിയിൽ ഗുരുദേവനെ സന്ദർശിക്കാൻ എത്തുമ്പോഴും ഒരു ഹിന്ദു മതത്തിലെ ജാതി വ്യത്യാസം അംഗീകരിക്കുന്ന മനോഭാവമാണ് മഹാത്മാഗാന്ധിയുടേത്. ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചില വാക്കുകളും സംഭാഷണങ്ങളും ഒക്കെ. ഒരു മാവില ഇലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഗുരുവിനോട് പറയുന്നു, നോക്കൂ, ഈ മാവില ഇലകളെ പരിശോധിച്ചാൽ അവ ആകൃതിയിലും വലിപ്പത്തിലുമൊക്കെ ഒന്നിനൊന്നിനെ വ്യത്യസ്തമായിരിക്കുന്നെന്ന് കാണാം. പ്രകൃതി പോലും ജാതി വ്യത്യാസത്തെ അനുകൂലിക്കുന്നത് എന്നല്ലേ അതിനർത്ഥം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു ഇപ്രകാരം ഒരു മറുപടി കൊടുക്കുകയാണ്. ആകൃതിയിൽ അല്പാൽപ്പം വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും ഓരോ ഇലയും ഇടിച്ചു പിഴിഞ്ഞ് അവയുടെ നീര് വെവ്വേറെ രുചിച്ചു നോക്കിയാൽ എല്ലാറ്റിൻ്റെയും സ്വാദ് ഒന്ന് തന്നെ ആയിരിക്കില്ലേ എന്ന് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഗാന്ധിജിക്ക് ചിന്തകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഗുരു ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഗാന്ധിജി ജാതീയമായി പല
വേർതിരിവുകളും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരം ഒരു ചോദ്യം ചോദിച്ചത്. എന്തായാലും ആ ചോദ്യത്തിനുള്ള വളരെ കൃത്യമായ ഉത്തരം തന്നെയാണ് ഒരു വലിയ പരീക്ഷണത്തിലൂടെ ഗുരു ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഗാന്ധിജി അവിടെ തങ്ങുകയുണ്ടായി. പിറ്റേന്ന് രാവിലെ ഗാന്ധിജി ആശ്രമ പരിസരങ്ങളൊക്കെ തന്നെയും ശാരദാ മഠത്തിലും ഒക്കെ പോയി ഗുരു തന്നെയാണ് നേരിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിരുന്നത്. തുടർന്ന് ശിവഗിരി മഠത്തിന് സമീപത്ത് വെച്ച് നടത്തപ്പെട്ട ഒരു പൊതുസമ്മേളന വേദിയിൽ മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ മഹാഗുരുവും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ഖദർ ധരിക്കണമെന്നും ചർക്കയിൽ നൂൽ നൂൽക്കണമെന്നും ഗാന്ധിജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് പറയുകയുണ്ടായി. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശങ്ങളെ അക്ഷരം പ്രതി അനുഷ്ഠിക്കണമെന്ന് ഗുരുദേവനും ജനങ്ങളെ ഉപദേശിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും രണ്ടുപേരും ഈ ലോകത്തിന് നന്മയരുളുവാനും അല്ലെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ അവരുടെ വ്യവസായത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചിന്തിച്ചവരാണ്, പ്രവർത്തിച്ചവരാണ്. എന്തായാലും ഗുരുവിനെ കാണാൻ വന്ന അല്ലെങ്കിൽ ദർശിക്കുവാൻ വന്ന മഹാത്മാക്കളൊക്കെ തന്നെയും ഗുരുവിനെ ഒരിക്കലും അവരുടെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം മറക്കുകയില്ല എന്നുള്ളത് പല രേഖകളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണദിനാശംസകൾ നേരുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഭഗവാന്റെയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്തേ.